ആദ്യ സമൂഹം കൊടുങ്കാറ്റിലും മഴയിലുമെല്ലാം പെട്ട് നശിച്ചു തീർന്നു. നൂഹ് നബിയുടെ മക്കളിൽ നിന്ന് തന്നെ വേറൊരു സമൂഹം, അവരുടെ പേര് ദമൂദ് ഗോത്രം. ദമൂദുകളെന്ന അറേബ്യയുടെ വടക്ക് ഭാഗത്ത് ഹിജാസിനരികിലായിട്ട് ദമൂദുകളെ ഇങ്ങനെ താവളമടിച്ചിട്ടുണ്ട്. ദമൂദുകള് സാധാരണ സൈസുള്ളവരാ, അവർക്ക് അത്ര വലിയ സൈസില്ല. അതാണ് ഹൈറ്റിലും വണ്ണത്തിലുമെല്ലാം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും ശക്തവാന്മാരും ഐശ്വര്യങ്ങളുണ്ടായിരുന്നവരും. ദമൂദുകൾക്കുള്ള കഴിവെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കല്ല് കൊത്തുന്ന വിദ്യ ഉണ്ടല്ലോ, പാറകൾ ഉടക്കുന്നത്, അതിനാണ് അവർ സമർത്ഥര്. വലിയ ഭീമൻ പാറകളും മലകളും ഒക്കെ തുരന്ന് അതിനുള്ളിൽ ഗുഹാവീടുകളുണ്ടാക്കി. ഓ, ആ ഗുഹയുള്ള വീട് ഇവരതാണല്ലേ. ഗുഹാവീടുകളിൽ അവർ താമസിച്ചു. അന്ന് കാലത്തൊക്കെ ഏറ്റവും പേടിച്ചത് എന്തിനാ? പ്രകൃതി ശക്തികളെ. കാറ്റ്, മഴ, തണുപ്പ്, വന്യമൃഗങ്ങളിൽ നിന്നും ഇവർക്ക് പാറ തുരന്ന വീട് രക്ഷ നൽകി. പിന്നെ അവർ ധാരാളം ആടുമാടുകളെ വളർത്തിയിട്ടും കൃഷി ചെയ്തിട്ടുമൊക്കെ ഇവർക്കും സമ്പത്ത് പെരുകി. ഇവരെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ഇവരിൽ നിന്ന് തന്നെയുള്ള ഒരു നല്ല സൽഗുണ സമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് സ്വാലിഹ് എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവർ കൊത്തുപണിയിലാണ് വിദഗ്ധരെന്ന്. ഇവർ പാറകൾ കൊത്തി ഒരുപാട് രൂപങ്ങളും ഉണ്ടാക്കി. ഇവർക്ക് മുമ്പേ ജീവിച്ച് മരിച്ച മഹാന്മാരുടെയും ഇവർക്കിഷ്ടമുള്ള രൂപങ്ങളും ഉണ്ടാക്കി. എന്നിട്ട് അവർ ഇതിനെല്ലാം പൂജിക്കാൻ തുടങ്ങി. മദ്യപാനം, അക്രമം തുടങ്ങിയ ദുഷ്പ്രവർത്തികളെല്ലാം ചെയ്തു. സാലിഹ് നബി ഇവരെ ഉപദേശിച്ചു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല. എല്ലാ നബിമാരും ഉപദേശിക്കുന്നത് ഇത് തന്നെയല്ലേ? എല്ലാ നബിമാരും ഉപദേശിച്ചത് ഇത് തന്നെയാണ്. ഏത്? അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാനാണ് ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ തോറ്റുപോകരുത്, തോറ്റുപോയാൽ നിങ്ങൾ നരകത്തിലായി പോവും. ഇങ്ങനെ അവരെ ഉപദേശിച്ചു കഴിഞ്ഞു. ആദുഗോത്രം 8 ദിവസം നീണ്ടുനിന്ന കൊടുങ്കാറ്റിലാ തീർന്നത്. പിന്നെ ഭൂമിയിൽ പെരുമ കാട്ടിയത് ദമൂദ് ഗോത്രക്കാരാണ്. അവരും സാമിന്റെ മക്കളായ സമൈറ്റുകളിൽ നിന്നാണോ? അല്ല, ഹാമൈറ്റുകളിൽ നിന്നാണെന്ന് അറിയുന്നത്. അവർ എവിടെയാണ് താമസിച്ചത്? അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള ഹിജാസിലാണ് ഇവർ താമസിച്ചത്. മദായിൻ സ്വാലിഹ് എന്ന പേരിലാണ് സ്ഥലം അറിയപ്പെടുന്നത്. ദമൂദ് ഗോത്രക്കാർ സ്വാലിഹ് നബിയെ അനുസരിച്ചോ? ഇല്ല, അവർ അദ്ദേഹത്തോട് പറഞ്ഞത് അത്ഭുതങ്ങൾ കാണിക്കാനാണ്. ജനങ്ങൾ പറഞ്ഞു, എന്നാൽ തന്റെ അള്ളാഹുവിനോട് പറയുക, നമുക്കു വേണ്ടി ഈ പാറ പിളർന്നതിലൂടെ ജീവനുള്ള ഒരൊട്ടകത്തെ വരുത്താൻ, അതിവിടെയുള്ള സകലർക്കും പാലു നൽകട്ടെ. അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടപ്പെട്ടില്ലേ ഈ ജനം ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നുവെന്ന്? സ്വാലിഹ് നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയ മൂജിസാത്താണത്. ആര് കേൾക്കാൻ? അവര് പറഞ്ഞു, സ്വാലിഹേ, നിങ്ങൾ നബിയാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ നബിയാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം. സ്വാലിഹ് നബി ചോദിച്ചു, ഞാൻ എന്താ അത്ഭുതം കാണിക്കാനാണ്? എനിക്ക് അത്ഭുത ശക്തിയൊന്നുമില്ല. അള്ളാഹു എനിക്ക് അറിയിച്ചു തരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് അത്ഭുത ശക്തിയാണ് കാണേണ്ടത്? വലിയൊരു പാറ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പാറ പിളർന്ന് ഇതിനകത്ത് നിന്നു ഒരു ഒട്ടകം പുറത്തു വരണം. എങ്ങനത്തെ ഒട്ടകം? ജീവനുള്ള ഒട്ടകം. അതിനൊരു കുട്ടിയുണ്ടാവണം. ആ ഒട്ടകം എപ്പോഴും പാല് ചൊരുത്തണം. ആ പാല് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും കുടിക്കാൻ സാധിക്കണം. ഇങ്ങനെ കുറെ കണ്ടീഷൻസും. ആദ്യം ഒട്ടകം വന്നോന്നറിയണ്ടേ? സ്വാലിഹ് നബി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ജനം ഇങ്ങനെയാണല്ലോ എന്നോട് ആവശ്യപ്പെടുന്നത്, ഇനി ഒരു ഒട്ടകത്തെ വരുത്തി കൊടുക്കണോ അത്രേ. അള്ളാഹു താല പറഞ്ഞു, സ്വാലിഹേ, നീ വിഷമിക്കണ്ട, ഇവരാവശ്യപ്പെടുന്ന ജീവനുള്ള ഒട്ടകം, ഈ പാറ പിളർന്നു വരുന്ന കാര്യം നമുക്ക് നിസ്സാരമാണ്. അവരോടും ഒരു കാര്യം പറയുക, ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഒട്ടകം ഞാൻ വരുത്താം, പക്ഷേ ഒട്ടകത്തിന്റെ പാല് കറന്ന് കുടിക്കുകയല്ലാതെ ഒട്ടകത്തിന് വെള്ളം പോലും നിങ്ങൾ മുടക്കാൻ പാടില്ല. ആ ഒട്ടകത്തെ നിങ്ങൾ യാതൊരു വിധത്തിലും ഉപദ്രവിക്കരുത്. നിങ്ങൾ ഒട്ടകത്തെ ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹോൾ സമൂഹം മുഴുവനും നശിക്കുന്ന ശിക്ഷയിറങ്ങും. അങ്ങനെ ഇവര് നോക്കി നിൽക്കെ സ്വാലിഹ് നബി പ്രാർത്ഥന തുടങ്ങി. എല്ലാവരും വന്ന് പാറയുടെ അടുത്ത് നിന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പാറ പിളർന്നു. ഒരു വലിയ ജലപ്രവാഹം, വെള്ളം ആദ്യം വന്നത്. ആ വെള്ളത്തിന്റെ ഒഴുക്കിലൂടെ ജീവനുള്ള ഒരൊട്ടകവും. 3-ാം നാള് ആ ഒട്ടകം പ്രസവിച്ചു. അത് സാധാരണ ഒട്ടകമാണോ? കാഴ്ചയിൽ ഒരു സാധാരണ ഒട്ടകം. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അത് സകലർക്കും പാല് നൽകി. ഒരൊട്ടകത്തിന് മാക്സിമം 2-3 കുടുംബത്തിനല്ലേ പാല് നൽകാനാവൂ. അവരെന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നേ? വെറുതെ പാല് കിട്ടുന്നത് വലിയ കാര്യമല്ലേ? അസാധ്യമായ കാര്യം പറഞ്ഞ് സ്വാലിഹ് നബിയെ മുട്ടുകുത്തിക്കണമെന്നാ അവർ വിചാരിച്ചത്. അവരതിനെ അള്ളാഹുവിന്റെ ഒട്ടകെന്നാ വിളിച്ചത്. വെള്ളമെടുക്കാൻ അവിടെ ഒരു കുളമാണ്.
അതിലെ വെള്ളം ജനങ്ങൾക്കും ഒട്ടകത്തിനുമായി ഓരോ ദിവസം മാറി മാറി നൽകി. ഒട്ടകത്തിന് ഇത്രയും വള്ളം വേണോ? ദമൂദ് ഗോത്രക്കാർക്ക് മുഴുവനും വേണ്ട പാല് ചുരുത്തേണ്ടതല്ലേ? എന്തായാലും ജനങ്ങൾ യഥേഷ്ടം പാല് കുടിക്കുന്നത് ഇബ്ലീസിന് അസൂയ ഉണ്ടാക്കി. അവൻ അവിടെയുള്ള അക്രമികളുടെ മനസ്സിൽ അസൂയയും ദുഷ്ടതരവും നിറച്ചു. അവർ ഒട്ടകത്തിനെതിരെയും സ്വാലേഹ് നബിക്കെതിരെയും ഗൂഢാലോചന നടത്തി. ഒട്ടകം ദിവസേന പാല് ചേർത്തി. ആ പാല് ആ നാട്ടിലെ ജനങ്ങളെല്ലാം കുടിച്ചു. ഒരു ദിവസം ഒട്ടകം വെള്ളം കുടിച്ചാൽ പിറ്റേ ദിവസം നാട്ടുകാർക്കാണ് വെള്ളം. ഒട്ടകം ശരിക്കും വെള്ളം കുടിച്ചു. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട്. ഇതാ അള്ളാഹുവിൻ്റെ വക ഒട്ടകം നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്, ആകയാൽ അതിനെ നിങ്ങൾ വിട്ടേക്കുവിൻ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് മേഞ്ഞുകൊള്ളട്ടെ. അതിന് ഒരു തിന്മയും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. കാരണം അതൊരു അസാധാരണ ഒട്ടകമായിരുന്നു. പക്ഷേ ആദം മക്കളെ സുഖമായി ജീവിക്കാൻ ഇബിലീസ് സമ്മതിച്ചില്ല. ഇബിലീസ് ചിലരുടെ മനസ്സിൽ അസൂയ നിറച്ചു. ഒരു സംഘം ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര അക്രമികളായവർ. ആ സംഘമാണെങ്കിൽ ഗൂഢാലോചന തുടങ്ങി ഒട്ടകത്തെ കൊല്ലാൻ. ഒട്ടകത്തെ മാത്രമല്ല, സ്വാലിഹ് നബിയെയും കുടുംബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഗൂഢാലോചന നടത്തിയത്. ഒരു ദിവസം തക്കം പാർത്തിരുന്ന് ഈ ഒട്ടകത്തെ വധിച്ചു കളഞ്ഞു. അഹംഭാവം നടിച്ചവർ പറഞ്ഞു, നിശ്ചയമായും ഏതൊന്നിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വാസികളാകുന്നു. അങ്ങനെ ഒട്ടകത്തെ അവർ അറുകൊല ചെയ്തു. തങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു, സ്വാലിഹേ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഞങ്ങൾക്ക് നീ കൊണ്ടുവാ. നീ റസൂലായി നിയോഗിക്കപ്പെട്ടവനാണെങ്കിൽ അതൊന്നു കാണാമല്ലോ. ഒട്ടകത്തിന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? അർത്ഥ സമയത്ത് കുട്ടി അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അള്ളാഹു അറിയിച്ചു, അവരിൽ ശിക്ഷ ഉറച്ചു കഴിഞ്ഞു. ആ അക്രമികളാകട്ടെ സ്വാലിഹ് നബിയോട് ശിക്ഷക്ക് ധൃതി കൂട്ടി. 3 ദിവസം കൊണ്ട് ശിക്ഷ ബാധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 4-ാമത്തെ ദിവസം നേരം പുലർന്നതും ഇവരെല്ലാം സാധാരണ പോലെ എഴുന്നേറ്റു. അവരൊന്നും ചിന്തിക്കാതിരുന്ന സമയത്ത് ഒരൊറ്റ ശബ്ദം, ഒരു ഘോര ശബ്ദം അതേ ഉണ്ടായുള്ളൂ. എല്ലാം ആ വലിയ പാറ തുറന്നുള്ള വീടില്ലേ, വലിയ ഗുഹാവീടുകൾ, അതിനകത്ത് കിടന്നുറങ്ങുന്നവർ പോലും ആ ക്ഷണത്തിൽ ചിന്നിച്ചിതറി. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു ഒട്ടകത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി. 9 പേരുണ്ടായിരുന്നു അവർ. എന്തിനാ എല്ലാവർക്കും ശിക്ഷ കൊടുത്തത് അല്ലാഹു തആല? അതാണ് അള്ളാഹു താലയുടെ നടപടിക്രമം. എന്താണെന്ന് വെച്ചാൽ അക്രമികൾ ഗൂഢാലോചന നടത്തിയത് നാട്ടുകാർക്കെല്ലാം അറിയായിരുന്നു. കുറെ കാലമായിട്ട് ആ നാട്ടിൽ ഇങ്ങനെ ഗൂഢാലോചന നടക്കുക. അപ്പോഴവരൊന്നും തടഞ്ഞില്ല. അവന്മാര് അറക്കുന്നെങ്കിൽ അറക്കട്ടെ എന്ന നയമാണ് അവർ സ്വീകരിച്ചത്. ലോകത്തിൽ എന്തെങ്കിലും അക്രമമോ അക്രമ വാസനയോ കണ്ടാൽ അത് നമ്മൾ തടയണം. നമ്മൾ മൗനം പാലിക്കാൻ പാടില്ല. ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന മടിയന്മാരുണ്ടല്ലോ, അവർ അക്രമികൾക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് അക്രമികൾക്ക് നൽകിയ ശിക്ഷയിൽ അവരെയും ഉൾപ്പെടുത്തിയത്. പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ അതിവിദഗ്ധരായ ദമൂദ് വർഗക്കാരെ അള്ളാഹുത്താല നശിപ്പിച്ചത് ശബ്ദം കൊണ്ടാണ്. ഗുഹയിൽ ഉറങ്ങുന്നവരെ ശബ്ദത്തിന്റെ എക്കോയും കൂടി ചേർന്ന് 10 മടങ്ങായിട്ടായിരിക്കും ബാധിച്ചത്. സയൻസ് ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയത് ശബ്ദ തരംഗങ്ങൾക്ക് ശക്തി കൂട്ടിയാൽ അവ മാരകമാണെന്ന്. ശബ്ദ ബോംബായിരുന്നു അത്. കേൾക്കുമ്പം അത്ഭുതം തോന്നുന്നു, ഇത്രയും ആളുകളെ ശബ്ദം കൊണ്ട് നശിപ്പിച്ചെന്ന്. ഇപ്പോൾ സയൻസ് മനസ്സിലാക്കിയിട്ടുണ്ട് ശബ്ദത്തിന് കൊല്ലാനുള്ള ശക്തിയുണ്ടെന്ന്. ഗുഹയിൽ ഉറങ്ങുന്നവരെ കൂടി കൊല്ലാനാണോ ശബ്ദ ബോംബിട്ടത്? എല്ലാം അറിയുന്നത് അല്ലാഹു തആലക്കല്ലേ. അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുത്തു. അക്രമികളുള്ള നാടാണോ പ്രകൃതിക്ഷോഭം കൊണ്ട് നശിക്കുന്നത്? അതെ, അതിലേറെ നല്ലവന്മാരുമുണ്ടെങ്കിൽ ആ നാടിനെ ദൈവം നശിപ്പിക്കില്ല. പണ്ട് കാലങ്ങളിൽ അക്രമികളുള്ള നാട്ടിൽ ഒരു നബിയെ അയക്കും, എന്നിട്ടും നന്നായില്ലെങ്കിലേ ആ നാട് നശിപ്പിക്കുള്ളൂ. ഈ ഖുർആൻ കേട്ടു നോക്കൂ. എത്രയെത്ര നാടുകൾ അവിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയതാ മേൽപ്പുരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്രയെത്ര കോട്ടകൾ, സ്വന്തം ജീവിത സുഖത്തിൽ മതിമറന്ന് അഹങ്കരിച്ച എത്ര രാജ്യങ്ങൾ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാസസ്ഥലങ്ങളതാ അവർക്കുശേഷം അപൂർവമായല്ലാതെ അവിടെ ജനവാസമുണ്ടായിട്ടില്ല. നാം തന്നെയായി അവയുടെ അവകാശി. രാജ്യങ്ങളുടെ കേന്ദ്രത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്ന ഒരു ദൂതനെ അയക്കുന്നതുവരേക്കും നിന്റെ രക്ഷിതാവ്
ആ രാജ്യങ്ങളെ നശിപ്പിക്കുന്നവനല്ല. രാജ്യക്കാർ അക്രമികളായിരിക്കുമ്പോഴല്ലാതെ നാം രാജ്യങ്ങളെ നശിപ്പിക്കുന്നതുമല്ല.